Hi! Welcome to Escape from Cities Walk. Hey! ഇത്തവണ നമ്മള് കാർ റെന്റിനെടുത്തു. ഈ ഒരു വീക്കെൻഡ് ഒരു വൺ ഡേക്ക് വേണ്ടി കാർ റെന്റിനെടുത്തു. ആവസ് എന്നാണ് എടുത്തത്. അപ്പൊ വണ്ടി എടുത്തിട്ട് ഞങ്ങളിതാ മുമ്പിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ലബനത്തിൽ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ള നമ്മളുടെ യാത്ര. ഇനി നമ്മൾ പോകാൻ പോണത് വാർബർട്ടണിലേക്കാണ്. അപ്പൊ വാർബർട്ടണിലേക്ക് മുന്നേ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. ശരിക്കും നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് അല്ലെ. പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കലുണ്ടായിട്ടില്ല. അതെ, വൈകുന്നേരം നമ്മള് വീക്കൂട്ടിന്റെ അടുത്തേക്ക് പോകണ്ടേ. യെസ്, ഇത് റെഡി ആയിട്ട് സ്റ്റൈൽ ആയിട്ടിരിക്കണ്ടല്ലേ ഇത്. ഹായ്. സാധാരണ നമ്മൾ എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് പോവാറ്. അപ്പോ ഇപ്പൊ സൈന് എന്തായാലും ലൈസൻസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കാർ എടുക്കാൻ പറ്റും. അപ്പൊ വിചാരിച്ചു ഇപ്രാവശ്യം ഒന്ന് കാർ റെന്റിൽ എടുത്തിട്ട് അങ്ങനെ റെന്റ് ചെയ്തിട്ട് കുറച്ച് ലാവിഷ് ആയിട്ട് യാത്ര പോവാന്ന്. ഇതിന് മുൻപ് വാർബർട്ടൺ നമ്മൾ പോയത് ഇതുപോലെ ട്രെയിനിൽ പോയി, ലില്ലിഡയിൽ പോയിട്ട് ട്രെയിനിൽ ഇറങ്ങി, പിന്നെ ബസ് കയറി വാർബർട്ടണിൽ പോയി, എന്നിട്ട് കാഴ്ചകൾ കണ്ട് നമ്മളും ഇതും കൂടിയിട്ട് പോയി തിരിച്ചു പോരാണ്ടായിരുന്നത്. അന്നാണ് ലില്ലിഡയിൽ വാർബർട്ടണിൽ ആ ഭാഗത്തിലൊരു റെയിൽ ട്രെയിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ കുറേ ദൂരം നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ കൊല്ലം. അന്ന് ഇത് കുറച്ചുകൂടി ചെറുതായിരുന്നു. ഇതിങ്ങനെ കുഞ്ഞിതായിട്ട് നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇവിടെയൊക്കെ ഓടാറായി. എന്തായാലും ഇപ്രാവശ്യം എപ്പോഴും വാർബർട്ടൺ പോകുമ്പോ നിരാശപ്പെടാറില്ല. എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് വാർബർട്ടൺ. ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം ഇല്ലേ, ഇപ്പൊ നമ്മൾ പോയി തിരിച്ചു വരികയാണ്. എന്തായാലും വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒഫീഷ്യലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓട്ടം കഴിഞ്ഞു. ശരിക്കും ഓട്ടമാണ് ഏറ്റവും നല്ല സമയം അവിടെ പോകാനുള്ളത്. എന്നാലും നമ്മൾ ഓട്ടം കഴിഞ്ഞ ഈ ഒരു സമയത്ത് പോയിട്ട് വാർബർട്ടണിന്റെ കാഴ്ചകൾ എന്തായാലും കണ്ട് ആസ്വദിക്കാം. ഇവിടെയൊക്കെ വീടുകൾ എങ്ങനെ ഉണ്ടാവാം, ടൗൺ ഹൗസസ്. അതായത് ഒരു പ്ലോട്ടില് ഒരു 4-5-6 വീടുകൾ ഒരേപോലത്തെ ഒരേ സ്ട്രക്ചറിലുള്ള വീടുകൾ ഉണ്ടാവും. അതാണ് ടൗൺ ഹൗസ്. പിന്നെ അതല്ലാതെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പം ഈ കണ്ട പോലത്തെ ഒറ്റയ്ക്കുള്ള വീടുകൾ സെപ്പറേറ്റ് ഒറ്റയ്ക്കുള്ള അങ്ങനത്തെ വീടുകളും ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റാണ് ധാരാളം പിന്നെ കാണാറ്. ഈ ഭാഗങ്ങളിലൊക്കെ അധികവും നമ്മളുടെ ഇൻഡിവിജ്വൽ ഹൗസസും ടൗൺ ഹൗസസും ആണുള്ളത്. ലില്ലിഡെയിൽ വാർബർട്ടൺ റെയിൽ ട്രെയിൽ ഉണ്ട് നമ്മളുടെ സൈഡ് ഭാഗത്തു കൂടെ. ലില്ലിഡെയിൽ നിന്ന് വാർബർട്ടൺ വരെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതിൽ കൂടെ നമുക്ക് നടക്കാം. അല്ലെങ്കിൽ അധികം എല്ലാവരും സൈക്ലിംഗ് ആണ് ചെയ്യുക. അപ്പോൾ ഒരു വീക്കെൻഡ് ഇവിടെയുള്ള കുറേ പേർക്ക് സൈക്ലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവര് ഈ ഇത്തരത്തിലുള്ള റെയിൽ ട്രെയിൽ കൂടെയൊക്കെ സൈക്ലിംഗ് ചെയ്യും. നല്ല രസമായിട്ട് കാമായിട്ടുള്ള സ്ഥലം. ഇത് കൂടെ കുറേ ദൂരം ഇങ്ങനെ നമുക്ക് സൈക്ലിംഗ് ചെയ്തിട്ട് പോവാം. ഇതാ എഴുതി വെച്ചിട്ടുണ്ട്, ലില്ലിഡെയിൽ ടു വാർബർട്ടൺ റെയിൽ ട്രെയിൽ. സൈഡിൽ കുഞ്ഞ ബോർഡുകൾ ഉണ്ട് ഇതാ അവിടെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അതാണ് റെയിൽ ട്രെയിനിന്റെ റോഡ്. അതിങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ പോണ വഴി പോകുന്നുണ്ട്. അതായത് ഇതൊക്കെ പണ്ട് കാലത്ത് റെയിൽ ഉണ്ടായിരുന്ന ട്രെയിൻ റൂട്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ അതൊക്കെ നിർത്തി, ട്രെയിൻ റൂട്ടൊക്കെ മാറി. ഇപ്പോൾ ബസ് മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ ആ റൂട്ടിനെ അതേപോലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു റെയിൽ ട്രെയിലാക്കിയിട്ട് അവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സൈക്ലിസ്റ്റാണ് അത് യൂസ് ചെയ്യുക. പിന്നെ നമ്മളെപ്പോലുള്ള ചില ആൾക്കാർ നടക്കാൻ കുറച്ച് ഭാഗങ്ങളിലായിട്ട് അങ്ങനെയാണ് നടത്താറുള്ളത്. നമ്മളിപ്പോ വാർബർട്ടൺ ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഒരു 20 മിനിറ്റിനുള്ളിൽ നമ്മള് വാർബർട്ടണിൽ എത്തായി. എനിക്കിപ്പോ കാണുമ്പോ തോന്നുന്നു കുറച്ചുകൂടി ദിവസം മുമ്പ് വരണമായിരുന്നു എന്ന്. കാരണം മരങ്ങളൊക്കെ ഒരു വിധം എല്ലാം കളറ് മാറുന്ന മരങ്ങളൊക്കെ കളറ് മാറി ഇലയൊക്കെ കൊഴിഞ്ഞ പോലെ ഒരു വിന്റർ ഫീലിങ്ങിലാണ് എല്ലാ മരങ്ങളും നിൽക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ലേ. ശരിക്കും യെല്ലോ, ഒരു പർപ്പിൾ കളറ്, ഓറഞ്ച് ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഇലകളാണ് കാണുക. അപ്പൊ ശരിക്കും ദൂരെന്ന് കാണുമ്പോ നല്ല ഭംഗിയാ. ഇപ്പോഴും കുറേശ്ശൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത്തിരി ബാക്കിയുണ്ട്.
ഇതാണ് വാർബർട്ടൺ. ഒരു കുഞ്ഞി ടൗൺ ആണ്. നല്ല തിരക്കുണ്ടെന്ന്. ആഹാ അടിപൊളി. കണ്ടോ കളർഫുൾ ഇലകൾ കണ്ടോ നിറച്ച്. നല്ല ക്ലൈമറ്റ്, നല്ല സമയം, അടിപൊളി സമയം, ഒരു രക്ഷയില്ല. ഇതാ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് സൈഡില്. മുമ്പിൽ റിയൽ എസ്റ്റേറ്റിന്റെ എന്തോ ഒരു കട ഉണ്ട്. നമുക്ക് നേരെ ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് ഇതിന്റെ മുകളില്. ഇതിന്റെ മുകളിലേക്ക് കയറിപ്പോയാ ഈ ഒരു റെയിൽ ട്രെയിനെ പറ്റിയിട്ടും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അതിന്റെ മുകളിൽ പോയാൽ അറിയാൻ പറ്റും. ഇവിടുന്നാണ് റെയിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നമുക്ക് ലില്ലിഡെയിൽ വരെ പോവാം. നമ്മളങ്ങനെ വാർബർട്ടണിൽ എത്തിയിട്ട് ഇവിടെ ഒരു ഓവലുണ്ട്. ഓവൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട്. അപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ നടക്കാൻ വന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ യാര റിവറാണ്. അവിടെ ഒരു വുഡൻ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ഓവൽ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഈ ഓവലിൽ ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫൂട്ടി ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് കാണാനും അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കാനൊക്കെ ടിക്കറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ സൈഡിൽ കൂടെ നേരെ ആ വുഡൻ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോവുക. നമ്മൾ വാർബർട്ടണിലെ റിവർ വാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ യാരാ റിവർ, ഈ കാണുന്ന അടിപൊളി യാരാ റിവറാണ്. നമ്മൾ മെൽബൺ സിറ്റിയുടെ അവിടെ എത്തുമ്പോഴേക്കും കലങ്ങി മറിഞ്ഞിട്ടുള്ള ആകെ ഒരു ബ്രൗൺ കളർ വെള്ളമായി മാറണത്. ഇവിടെ കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളമായിട്ട് ആ ഒരു നദി തടക്കത്തിലുള്ളതാണ്. ഇനി നമ്മളിതാ നദിയുടെ അടുത്ത് കൂടെ കുറച്ച് ദൂരം നടക്കാം. വാർബർട്ടണിലെ റിവർ വാക്ക് കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണേ. ഇനി ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ വുഡൻ ബ്രിഡ്ജിലേക്കാണ് പോകണം. ഇതാ മുമ്പിൽ ഓടിയെത്തി. നല്ല ഭംഗിയുള്ള സമയം. ഓട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ചൊക്കെ ഓട്ടത്തിന്റെ ഭംഗി ബാക്കി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വഴി കണ്ടോ, നിറയെ മഞ്ഞ കളറിലെ ഇലകൾ വീണ് കിടക്കുന്ന ഒരു വഴി. ഈ ഭാഗത്തെ മരങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഭയങ്കര പഴയ കാലത്തെ മരങ്ങൾ. എത്ര കൊല്ലം പഴക്കമുണ്ടാവുമോ ഇതിന്. ഭയങ്കര ഉയരവും. പിന്നെ അതിൻ്റെ ഇടയിൽ ദേ ഈ ഫേൺ ട്രീസ്. ഇപ്പുറത്ത് യാര റിവർ. അവിടെ ദാ രണ്ടുപേരും നടന്നു വരുന്നു. ഇതും അത് കൊക്കത്ത് കയറി നടക്കാൻ വയ്യ പറഞ്ഞിട്ട്. നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഫ്രഷ് എയർ, നല്ല ഭയങ്കര എന്താ പറയുക, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി. ഹായ് കണ്ട് നിറയെ മലകളും മരങ്ങളും പച്ചപ്പും മഞ്ഞപ്പും ഒക്കെ പാടെ കൂടി സന്തോഷമുള്ളൊരു സമയമാണ്. അതാ നോക്കിയൊക്കെ വെച്ചാ പാർക്കും ഉണ്ട് അല്ലേ. ഇത് ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ്. നമ്മൾ ഇതുപോലത്തെ പാർക്കുകളിലായാലും ഇതുപോലെ നടക്കാനുള്ള സ്ഥലങ്ങളിലായാലും ഒക്കെ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട, അതിനുള്ള സാധനങ്ങൾ കൊണ്ടുവരിക. ഇവിടെ ഓൾറെഡി തീ ഇവിടെ തന്നെ ഉണ്ടാവും, ഗ്യാസ് ഉണ്ടാവും, അത് കത്തിക്കുക, ബാർബിക്യൂ ചെയ്യുക, ഇവിടെ ഒരു പിക്നിക്കിന് മാറ്റ് വിരിക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. വാർബർട്ടണിലെ ഫേമസ് വാർബർട്ടൺ ബേക്കറിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാവാം നമ്മുടെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ച്. അങ്ങനെ ഇവിടുത്തെ വാർബർട്ടൺ ബേക്കറിയിൽ നിന്ന് ഞാൻ കോളിഫ്ലവർ ബ്രോക്കോളി പൈ, ഇത് ജ്യൂസ് കുടിക്കുന്നുണ്ട്, ആപ്പിൾ ജ്യൂസ്. പിന്നെ നമ്മൾ ഒരു പേസ്ട്രി വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിൾ
അത് പേസ്ട്രി അല്ല, ഒരു ബിസ്ക്കറ്റ് പോലെ കുക്കി പോലത്തെ ഒരു സംഭവമാണ്. ആപ്പിളാണ് ഉള്ളിൽ. പിന്നെ സാധാ പേസ്ട്രി, ഇത് നമ്മുടെ വെജ് പഫ്സും. ഇതെല്ലാമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതോ ബ്രഞ്ച് രണ്ടും പറയാം. ഏകദേശം 10-11 സമയം. ഓക്കെ, ഫോട്ടോ എടുത്തു. ജ്യൂസ് നല്ല ജ്യൂസാണ്. ആ ഓക്കെ. ഇതാണ് നമ്മുടെ കോളി ബ്രോക്കോളി പൈ. നിറയെ ചീസൊക്കെ ഇട്ട് ഇതൊരെണ്ണം കഴിച്ചാൽ ഫുള്ളാവും വയറ്. അപ്പോൾ ഇതാണ് വാർബർട്ടൺ. വാർബർട്ടൺ ആ ഒരു സെൻറ്റർ ഇതാണ്. നല്ല ഭംഗിയുള്ളൊരു ടൗണ്. നിറയെ കുഞ്ഞു കുഞ്ഞിയ കടകളൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. ആ ഒരു കുഞ്ഞിക്കട ഓപ്പോസിറ്റുള്ളത് ചെറിയൊരു കടയാണ്. നല്ല രസമുള്ളൊരു കട, ഭയങ്കര ക്യൂട്ടായിട്ടൊരു കട. ഇതാ ഇവിടുത്തെ ആർട്ട് സെൻറ്ററാണ് ഇത് നേരെ കാണുന്നത്. ഇപ്പുറത്തെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. അത് അത്യാവശ്യം ഫേമസ് ഒരു കോഫി ഷോപ്പാണ്. ഈ ഒരു നല്ല ഭംഗിയുള്ള ഇലകൾക്ക് ഇടയിൽ ഒരു ഓട്ടം കളേഴ്സിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞി കോഫി ഷോപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് തന്നെ കാപ്പിയൊക്കെ കുടിക്കാം. നല്ലൊരു വൈബല്ലേ ആ ഭാഗത്ത്. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്. ഇവിടെ നേരെ മുകളിൽ ഇവിടെ കണ്ടതാണ് എമർജൻസി ഇൻഫർമേഷൻ സെൻ്ററാണ്. അത് വാർബർട്ടണിലെ. പ്രത്യേകിച്ചും വാർബർട്ടൺ റെയിൽ ട്രെയിനിനെ പറ്റിയിട്ടും ഇവിടുത്തെ ബാക്കി അട്രാക്ഷൻസിനെ പറ്റിയിട്ടും ഈ ഒരു കുഞ്ഞിയ ഒരു ടൗണിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടുന്ന് കിട്ടും. ഈ ഒരു ഭാഗത്ത് അവിടുന്ന് സൈക്കിളിൽ ആളുകൾ വരുന്നുണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് നമുക്ക് സൈക്കിൾ ട്രെയിനിൽ കൂടെ നേരെ പോയിട്ടാണ് ലില്ലിഡെയിൽ വരെ എത്താൻ പറ്റും. ആ സൈക്കിൾ ട്രെയിലാണ് ഈ ഭാഗത്തുനിന്നുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി ടൗൺ. ശരിക്കും മലകൾക്കൊക്കെ ഇടയിലുള്ള ഒരു ചെറിയ സ്ഥലം. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് എത്താനും പറ്റും. ശരിക്കും ഒരു ഹോളിഡേ ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ വാർബർട്ടനെ പറയാം. ഇവിടെ വന്നാൽ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട്. മാത്രമല്ല ഇവിടെ വന്ന് താമസിക്കാനും കുറേ സ്റ്റേകളുണ്ട്. ഹോം സ്റ്റേ ആയിട്ടും നല്ല ഹോട്ടൽസായിട്ടും ഒക്കെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലൈമറ്റുള്ള ഒരു ദിവസം വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലത്തെ ഒരു സൺറൈസും വൈകുന്നേരത്തെ ഒരു സൺസെറ്റും ഒക്കെ കണ്ട് ഈ ഒരു യാര റിവറിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഒന്ന് നടന്ന് നല്ല ഭംഗിയായിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് റെഡ്വുഡ് ഫോറസ്റ്റ് ഉള്ളത്, അവിടെയൊക്കെ പോയി കുറച്ച് നേരം ചിൽ ഔട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അമ്മയ്ക്ക് കോഫി വേണമല്ലോ. അച്ഛൻ്റെ കോഫി ഉണ്ടോ? ഓക്കെ. അയ്യോ, അച്ഛൻ ഷെയർ ചെയ്യോ? ഇത് വാർബർട്ടണിലെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ എത്തിച്ചാലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൊണാസ്ട്രികളൊക്കെ ഉണ്ട്. ഇത് വാർബർട്ടൺ ഏരിയയിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. എന്താ പറയുക, നമുക്ക് നല്ലൊരു സുഖം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഞങ്ങളുടെ ബാഡ് ലക്ക് എന്ന് പറയാം, ഇവിടെ 12 മണി വരെ ഇത് ഓപ്പൺ ആവുള്ളൂ. 10 മണി മുതൽ 12 മണി വരെ. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും 12:30 അപ്പോൾ ഇത് പബ്ലിക് സാധാരണ വിസിറ്റേഴ്സിന് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇവിടെ മെയിൻ ഡോറ്, അവിടെ മൊണാസ്ട്രിയുടെ ഡോറ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ ഗേറ്റിൻ്റെ മുമ്പിൽ മാത്രം വന്നിട്ട് ജസ്റ്റ് ഇതായി മുകളിൽ കാണുന്നത്, അവിടെ മുകളിൽ കാണുന്നതാണ് മൊണാസ്ട്രി. അതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ താഴത്തൊന്ന് ജസ്റ്റ് നിന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോവാണ്. മറ്റൊരു ദിവസം ഇനി സമയം കൂടി നോക്കിയിട്ട് വരണം. അതായത് സാധാരണ ദിവസങ്ങളിൽ 12:30 വരെയും, അല്ല ഇതുപോലത്തെ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ 12 മണി വരെ ഇത് ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വല്ല സെറിമണീസിലും പങ്കെടുക്കണം, അതിനുള്ളിൽ പോയിട്ടൊക്കെ നന്നായിട്ടൊന്ന് കാണണം, കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാർബർട്ടണിൽ വരുമ്പോൾ കുറച്ച് നേരം മോർണിംഗ് സമയത്ത്, രാവിലെ സമയം ഇവിടെയും വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാം. നല്ല പീസ്ഫുള്ളായിട്ട്, ഒരു ശബ്ദമേ ഇല്ല. ഈ ഒരു മണി താഴെ പിന്നിൽ ഇങ്ങനെ ആ ഒരു മണി അടിക്കുന്ന ശബ്ദം മാത്രം, ഭയങ്കര സുഖമുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ ഇങ്ങോട്ടും നിങ്ങൾക്ക് വാർബർട്ടൺ യാത്രകളിൽ കുറച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക്, കുറച്ച് പീസ്ഫുൾ സമയം ഇഷ്ടമുള്ള ഒരാളുകൾക്ക് ഇതും ഒരു പോയിൻ്റായിട്ട് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാ? റെഡ്വുഡ് ഫോറസ്റ്റ്.
അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് റെഡ്വുഡ് ഫോറസ്റ്റിലാണ്. വാർബട്ടണിലെ പ്രധാനപ്പെട്ട അട്രാക്ഷനിൽ ഒന്ന് ഈ റെഡ്വുഡ് ഫോറസ്റ്റ് ആണ്. നിറയെ റെഡ്വുഡ്സ് ആണ്, 4 4 നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ശരിക്കും വലിയ മരങ്ങളുടെ അടിയിൽ കുഞ്ഞിതായിട്ട് നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ ഫോറസ്റ്റ് നീണ്ടു കിടക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരണേ? എവിടെ പോയതാ? വാഗമണിലും ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ഫോറസ്റ്റ് ഇല്ലേ, നമ്മൾ അതിനെ നടക്കാറില്ലേ? അതാണ് ഇവിടെ പോയാലും തോന്നുക. സെയിം ഫീലിംഗ്. ഇനി നടക്കാം. ഇവിടെ മാരക ഒളിച്ചുകളിയാണ്. 5 6 7 8 9 10. അയ്യോ ഇതെവിടെ? ഇതിനെ കാണാനില്ലോ. അയ്യോ ഇതെവിടെ? എവിടെ? 2 3 4 5. Daddy, I found you. വാബട്ടണിൽ ഇത് നല്ലൊരു ടൈമാണ്. ശരിക്കും ഉച്ചയ്ക്ക് 1:30 സമയം. എല്ലാവരും വെയിലും ഉണ്ട് ഇന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് തണൽ കിട്ടാൻ വേണ്ടിയിട്ട് നേരെ റെഡ്വുഡ് ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. നെസ്റ്റ് ആണോ ഇത്? ഞങ്ങളെ നെസ്റ്റാ. കുഞ്ഞുപേടി പുറത്തേക്ക് വരണ്ടേ? വരട്ടെ. On the bass go round and round, round and round, round and round. Horn on the bass go beep beep beep, beep beep beep, beep beep beep. Motor on the bass go vroom vroom vroom, vroom vroom vroom. People on the bass go up and down, up and down. Daddy's on the bass go I love you. ഇവിടെ ഈ റെഡ്വുഡ് ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു നേച്ചർ വാക്കാണ്. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാം, കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി അപ്പുറത്ത് അവിടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് ദൂരം നടക്കാം. അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നല്ല ഭംഗിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് റെഡ്വുഡ് ഫോറസ്റ്റ്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നന്നായി ഫോട്ടോ എടുക്കാൻ അറിയുന്ന ആളുകൾക്ക്, നല്ല ഐഡിയാസൊക്കെ ഉള്ളവർക്ക് ഇഷ്ടംമാതിരി സൂപ്പർ ഡ്യൂപ്പർ ഫോട്ടോസ് കിട്ടുന്ന സ്ഥലമാണ് ഈ റെഡ്വുഡ് ഫോറസ്റ്റ്. ഇതിനെ സഹിക്കാൻ പറ്റില്ല, എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റുന്ന കൂക്കാണ് ഇവിടെ. ഇതിന് ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. ഫോട്ടോഗ്രാഫിക്കൊന്നും ഞങ്ങൾക്ക് സമയം കിട്ടില്ല, കാരണം ഇവിടെ ഫുൾ കൂക്കാ. ഇതും അങ്ങനെ ഉറങ്ങാൻ പോവാണ്. എവിടെയാ കിടക്കുക? എങ്ങനെയാ കിടക്കുക? കിടന്ന് കാണിച്ചു തരൂ. എന്നാ കിടന്ന് കാണിച്ചു തരൂ. ഇതാണോ ബെഡ്? അങ്ങനെ ഞങ്ങൾ റെഡ്വുഡ് ഫോറസ്റ്റിനോട് വിട പറയുന്നു. നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. ഇനി വാർബട്ടണിൽ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡോണ ബുവാങ്ങിലേക്കാണ്. ഈ ഒരു മലയുടെ മുകളിൽ ശരിക്കും നല്ലോണം വിൻ്റർ, കുറച്ചും കൂടി വിൻ്റർ ആയി കഴിഞ്ഞാൽ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഏറ്റവും അടുത്ത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതിതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു റൈഡാണ് ഈ ഒരു എന്താ പറയുക കാടിൻ്റെ ഇടയിൽ കൂടെ ഉള്ളത്. നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് ഗാലറി ഉണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്. നോക്കുമ്പോൾ നമ്മുടെ ഇത് കുട്ടി ഇതാ ഉറങ്ങണം. അപ്പോൾ തോന്നി അവൾക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ സമയം കൊടുക്കാം, ആ നേരം കൊണ്ട് ഒരു നല്ലൊരു റൈഡും നമുക്കാവാം. നമുക്ക് മലയുടെ മുകളിലേക്കൊന്ന് കയറി അവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ റെയിൻ ഫോറസ്റ്റ് ഗാലറിയിലും കയറാം. അങ്ങനെ ഞങ്ങൾ മൗണ്ട് ഡോണ ബുവാങ്ങിലെത്തിയിട്ടുണ്ട്, സമ്മിറ്റിലെത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയില്ല, കാരണം ഇതും ഉറങ്ങല്ലേ. അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് വരും, എന്നിട്ട് അമ്മ വരും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാനുണ്ടോ എൻ്റെ മുകളിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതാണ് സമ്മിറ്റ്.
അതിൻ്റെ ഏറ്റവും മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ യാറ വാലിയും പിന്നെ നമ്മുടെ മെൽബണൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് മൗണ്ട് ബോബോ അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങൾ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ചുണ്ട് കേട്ടോ കയറാൻ, ചില്ലറന്നല്ല, എന്നാലും നമ്മൾ കയറിയിരിക്കും. ഏകദേശം 1400 മീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ വാച്ച് ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് ഞാൻ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എന്തേ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. ലവ് A+J. ഇത് ഞാനിപ്പോൾ തൊട്ട് താഴേക്ക് വന്നതാ. മുകളിൽ ഫുൾ തിരക്കല്ലേ, അപ്പോൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ ദേ അമ്മ അവിടെ ഉണ്ട് താഴെ. അയ്യോ അടിക്കണ്ട്, ഞാൻ സൂം ചെയ്യുന്നുണ്ട്. ആക്ച്വലി 1400 അല്ല, 1250 മീറ്റർ എബവ് സീ ലെവലാണ്. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇനി അമ്മൂന് ചാൻസ് കൊടുക്കാം. അമ്മൂനി എന്തൊക്കെയാ പറയണം നോട്ടെ. അങ്ങനെ ഞാനും ഇതിൻ്റെ മുകളിലെത്തി. ഇതിൻ്റെ മുകളിൽ നിന്നൊരു 360 ഡിഗ്രി വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ്. വിചാരിക്കണ പോലെ നല്ല തണുപ്പുണ്ട്. പക്ഷേ വെയിലുണ്ടാവേണ്ട തണുപ്പ് അത്ര അറിയില്ല. എൻ്റെ കൈയൊക്കെ ശരിക്കും തണുത്ത് തരിച്ചു. ഒരു ചക്കര കൂടി ഇടായിരുന്നു തോന്നി. നമ്മൾ താഴത്തുനിന്ന് വെയിൽ കണ്ടപ്പോൾ ഇത്ര തണുപ്പ് തോന്നിയില്ല. പക്ഷേ മുകളിലേക്ക് കയറുമ്പോഴേക്കും നല്ല തണുപ്പായി. ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ സുഖമായിട്ട് കാണാം. താഴത്തൊരു പിക്നിക് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് ക്യാമ്പിംഗ് പോലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു ബാർബിക്യൂ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ബാർബിക്യൂ ഒക്കെ ചെയ്ത് അവിടെ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കാം. ശരിക്കും അവരവിടെ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ മണം എനിക്ക് ഇവിടുന്ന് വരുന്നുണ്ട്. നല്ല അടിപൊളി മണമാണ് വരണത്. ദൂരെ ഇങ്ങനെ മലനിരകളിങ്ങനെ ഒന്നായി അടുക്കടുക്കായി കിടക്കുന്ന കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ശരിക്കും മൗണ്ട് ബോബോ കാണുന്നുണ്ട്, മെൽബണിൻ്റെ കാഴ്ചകൾ, ഒപ്പം ഡാൻഡിനോങ് റേഞ്ചസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ വട്ടം കറങ്ങി കാണാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ ഒരു വ്യൂ പോയിന്റിൻ്റെ മുകളിലേക്ക് കയറുക, ഈ കാഴ്ചകളൊന്ന് കാണുക, കുറച്ച് നേരം നിൽക്കുക, ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കുക, തിരിച്ചു പോവുക. അതാണ് ഇവിടുത്തെ പരിപാടി. എനിക്ക് തോന്നുന്നു ഈ ഒരു പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ നല്ല കാഴ്ച കിട്ടുന്നത്. മറ്റൊരിടത്താകുമ്പോൾ കുറച്ചും കൂടി പൊക്കത്തിൽ ഇങ്ങനെ നമുക്ക് നിൽക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ ഒരു ഗ്രില്ല് കുറച്ചും കൂടി പൊക്കമുണ്ട്. ഇവിടെ നിന്നാകുമ്പോൾ കുറച്ചും കൂടി അടുത്ത് കുറച്ചും കൂടിയും രസമായിട്ട് എനിക്ക് കാഴ്ചകൾ കിട്ടുന്നുണ്ട്. സൈന അവിടുന്ന് സൈന എന്നെ കാണിച്ച പോലെ ഞാൻ സൈന കാണിക്കണം. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടുന്ന് ചില ട്രക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ എന്തായാലും ട്രക്കിലൊന്നും പോകണില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഞങ്ങൾ മുകളിൽ പോയി കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷെ എന്നാലും ഇതിന് നല്ലൊരു ഉറക്കം കിട്ടിയത് ഇപ്പോഴും ഉറങ്ങാണ്. ഇനിയിപ്പോൾ റെയിൻ ഫോറസ്റ്റ് ഗാലറി എത്തുമ്പോൾ അവൾ ഉണരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും അതെ ഇങ്ങോട്ട് വരുമ്പോഴും അതെ ലെയർ ബേർഡിനെ കണ്ടു. എല്ലാവരും പറയണ കേട്ടണേ അങ്ങനെ അപൂർവമായിട്ടേ കാണുള്ളൂ, എപ്പോഴും ഒന്നും കാണില്ല, അതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷെ എന്തോ ഭാഗ്യം കറക്റ്റായിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകണം. നല്ല രസമുണ്ടായിരുന്നു അത്. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് എടുത്ത് വെച്ച സമയത്താണ് ലെയർ ബേർഡ് പോണത്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി, റെയിൻ ഫോറസ്റ്റ് ഗാലറി. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് ഗാലറിയുടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഞങ്ങളിത് ഇറങ്ങി. ഇത് കൂട്ടി ഉണർന്നു, ഇത് നടക്കണം പറഞ്ഞ് വാശി പിടിച്ച് ഒക്കത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങൾ റെയിൻ ഫോറസ്റ്റ് ഗാലറിയിലേക്ക് കിടക്കാൻ പോവാണ്. ഇത് ശരിക്കും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാക്കാണ്. നമുക്ക് നടക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇതുപോലത്തെ ഒരു വാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാം. ഈ ശരിക്കും മരങ്ങളുടെ ഇടയിൽ കൂടെ നടന്നുകൊണ്ട്, മരങ്ങൾക്കൊപ്പം നടന്നുകൊണ്ട് കാടിനെ കാണാനുള്ളൊരു അതൊരു പ്രത്യേക രസമാണല്ലോ. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മാത്രമല്ല ഇത് അത്രയും പഴക്കാൻ ചെന്നിട്ടുള്ള മരങ്ങളാണ്. 400ഓളം വർഷം പഴക്കമുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ നടക്കുന്നത്. നമ്മുടെ ഈ റെയിൻ ഫോറസ്റ്റ് ഗാലറിയിലുണ്ടല്ലോ, ഇവിടെ ഈ യാര റേഞ്ചസിൻ്റെ ഈ ഭാഗത്ത് ഉള്ളത് കൂടുതലും
മൗണ്ടൻ ആഷ് ട്രീസാണ്. അപ്പോൾ അതൊക്കെ 400 വർഷത്തോളം പഴക്കമായിട്ടുണ്ട്. അത്രയും കാലത്തിൻ്റെ പഴക്കമുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ കാലമാകുമ്പോൾ നശിച്ചു പോകുമല്ലോ. ഈ ട്രീസൊക്കെ കുറേ നശിക്കും. പിന്നെ കുറേ ഇൻസെക്ട്സൊക്കെ വന്നിട്ട് ആകെ ഈ നമ്മുടെ ടെർമൈറ്റ്സൊക്കെ പോലെ അങ്ങനെ ഒക്കെ വരില്ലേ, അതൊക്കെ വന്ന് ആകെ നശിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെയൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ മരങ്ങൾ, മൈർട്ടിൽ ബീച്ച് ട്രീസ് എന്ന് പറഞ്ഞാൽ ആ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള മരങ്ങളും ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ശരിക്കും ഇവിടെ അല്ല, ഇത് ഡൈനോസർ വേൾഡിലെത്തിയില്ലേ, ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റിലെത്തിയ ഫീലാണ്. ഇവിടെ വന്ന് അവിടുത്തെ ചെടികളും മരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ മൂവീസ് ഇല്ലേ, ഇംഗ്ലീഷ് മൂവീസ്, അതിൻ്റെ ആ മൂവിയുടെ ഉള്ളിൽ ജീവിക്കണ ഒരു ഫീല്. അയ്യോ, ആ മരത്തിൻ്റെ അറ്റം നമുക്ക് കാണാനില്ല, അത്ര പൊക്കത്തിലാ. എന്തൊരു വലിയ മരം നോക്കിക്കൂ. ഞാനും സൈനും കൂടി വട്ടത്തിൽ കൈ പിടിച്ചാലും അത് എത്തില്ല, അത്ര വലുതാ. അങ്ങനെ നമ്മുടെ ഈ വാർബർട്ടൺ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ റെയിൻ ഫോറസ്റ്റ് ഗാലറിയിൽ വെച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.